പാർട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അത്രയധികം പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരുന്ന ആളായിരുന്നു. എൻ്റെ ചിത്രത്തിൽ ചാണകം മൊഴി, കരിങ്കൊടി കെട്ടി, കണ്ണ് കുത്തിപ്പൊട്ടിച്ച്, ചെരുപ്പ് മാലയിട്ടു. ഒരു തരത്തിലും എനിക്ക് പാർട്ടിയിൽ നീതി ലഭിച്ചില്ല. എൻ്റെ ഭാഗം കേൾക്കാൻ ഒരു നേതാവും തയ്യാറായില്ല. ഈ വനിതാകളെയൊക്കെ പൊതുയോഗത്തിന് അണിനിരത്തിയിട്ട് അവർക്ക് ഈ യോഗം പിരിയുമ്പോൾ നറുക്കെടുത്ത് സ്വർണം കൊടുക്കും. പക്ഷേ ആ നേട്ടങ്ങളെ മറവിൽ മറ്റൊരു പാസുരാങ്ങനുണ്ട്. ഞാൻ മരിച്ചു എന്ന് കരുതി ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. കാരണം എല്ലായിടവും കരിങ്കൊടിയും ഫ്ലെക്സ് ബോർഡും വെച്ചിരുന്ന മരിച്ചോ എന്ന് കരുതിയവരുണ്ട്. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു മനോവേദന വളരെ വലുതാണ്. ഇന്ന് പാസുരാങ്ങൻ്റെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പ്രധാന കാരണം. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് മുൻ CPM നേതാവും ഇപ്പോൾ BJP സംസ്ഥാന സമിതി അംഗവുമായ എരുത്താവൂർ ചന്ദ്രനാണ്. നമസ്കാരം. നമസ്തേ. എന്തിനാണ് അദ്ദേഹവുമായുള്ളൊരു അഭിമുഖമെന്ന് പ്രേക്ഷകർ എന്തായാലും നോക്കിക്കാണുന്നുണ്ട്. ഒരു സംശയമുണ്ടാകും. കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സാമ്രാജ്യം കെട്ടിപ്പടുത്ത പാസുരാങ്കൻ, അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച താങ്കൾ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. വളർച്ചയും തളർച്ചയുമല്ല. താങ്കൾ മുൻ CPM നേതാവായിരുന്നു, ഇപ്പോൾ BJP അംഗവുമാണ്. എങ്ങനെയാണ് BJPയിലേക്കുള്ള ഒരു കടന്നുവരവുണ്ടായത്? എന്തായിരുന്നു കാരണം? ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. പാർട്ടിയുടെ ഏരിയ സെൻറ്ററിലും പ്രവർത്തിക്കുകയും അതുപോലെ ട്രേഡ് യൂണിയൻ്റെയൊക്കെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ. പാർട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അത്രയധികം പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ പാസുരാങ്ങൻ മാറനല്ലൂർ പഞ്ചായത്തിൽ അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അതിനുമുമ്പ് പല പാർട്ടികൾ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നപ്പോൾ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നേരിടേണ്ടി വന്ന അദ്ദേഹത്തെയാണ്. ഒരുപാട് കള്ളക്കേസുകളിലും തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ തന്നെ CPMനെ വകവരുത്താൻ പാസുരാങ്ങൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പാസുരാങ്ങൻ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വരാനൊരു ശ്രമം നടത്തി. അന്ന് CPMൻ്റെ പല പ്രവർത്തകരുടെയും എതിർപ്പ് മൂലം അത് നടന്നില്ല. അവസാനം പാസുരാങ്ങൻ CPI ആയി. CPI ആയപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാസുരാങ്ങനെ കൂടെ നിർത്തിക്കൊണ്ട് LDF ആയി മത്സരിക്കണമെന്നൊരു നിർദ്ദേശം CPMനുണ്ടായി. പക്ഷെ അന്ന് ആ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി വലിയ വില CPM കൊടുത്തു. CPM ജയിച്ചിരുന്നതുൾപ്പെടെ 6 സീറ്റുകൾ കൊടുത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരിട്ടു. അപ്പോൾ ഞാൻ ആ സമയത്ത് വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയും സീറ്റുകൾ കൊടുത്ത് പാസുരാങ്ങനെ വളർത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. കഴിഞ്ഞ കാലം അത്രയും പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് പാസുരാങ്ങൻ. അതുകൊണ്ട് നേതൃത്വം അത് പരിശോധിക്കണം. പക്ഷെ കേട്ടില്ല. ഈ കോൺഗ്രസ്സിൽ നിക്കക്കള്ളി ഇല്ലാതെ ആയപ്പോഴാണ് CPIയിലേക്ക്. കോൺഗ്രസിനകത്ത് പാസുരാങ്ങൻ്റെ ചരിത്രം ഒരുപാടുണ്ട്. കാലാകാലങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം പലതരത്തിലേക്ക് സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ CPI വേഷം കെട്ടിയ ശേഷം വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രസിഡൻ്റൊന്നും ആകണ്ട, ഞാൻ ക്ഷീരേരിയും കണ്ടല ബാങ്കിൻ്റെയും പിന്നെ സഹകരണ ആശുപത്രിയുടെയൊക്കെ പ്രസിഡൻ്റാണ്, അതുകൊണ്ട് പ്രസിഡൻറ്റിലേക്ക് എനിക്ക് താല്പര്യമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞപ്പോൾ 7 സീറ്റ് CPMനും 4 സീറ്റ് CPIക്കും കിട്ടി. അപ്പോൾ പ്രസിഡൻ്റ് ആകണം. അത് CPMലൊരു വിഭാഗത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി അദ്ദേഹം പ്രസിഡൻ്റ് മോഹം വെച്ചു. തിരുവനന്തപുരം ജില്ലയിലെല്ലാം പല സ്ഥലത്തും CPM ധാരണയുണ്ടായത് 3 വർഷം പിന്നെ CPMനും 2 വർഷം CPIക്കുമാണ് പല സ്ഥലത്തും ഉണ്ടായത്. പക്ഷേ മാറനല്ലൂരിൽ CPIക്ക് 3 വർഷവും CPMന് 2 വർഷവുമായി വിധിച്ചു. അതും CPMലൊരു വിഭാഗത്തിൻ്റെ താല്പര്യമായിരുന്നു. ഇപ്പോൾ 2 വർഷക്കാലമായപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ പദ്ധതികളൊക്കെ രൂപീകരിച്ച് അതിൻ്റെ തുടർ പദ്ധതികൾ നടപ്പാക്കാനേ പറ്റും. പുതിയ പദ്ധതികൾ എടുക്കാനുള്ള സാവകാശമില്ല. അപ്പോൾ പാസുരാങ്ങൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, ഞാൻ പ്രസിഡൻ്റുമായി. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഞാൻ CPMലും അദ്ദേഹം CPIയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ, മാറനല്ലൂർ പഞ്ചായത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇനി അദ്ദേഹം പ്രസിഡൻ്റ് ആകുമ്പോൾ മതി. അപ്പോൾ സ്വാഭാവികം അദ്ദേഹം പഞ്ചായത്തിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം
പലതരത്തിലുള്ള പാരിതോഷികങ്ങളും പലഹാരങ്ങളും മിൽമയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുത്ത് വ്യക്തിബന്ധം സ്ഥാപിച്ച് എൻ്റെ പീരീഡിനകത്ത് കാര്യങ്ങൾ വേഗത്തിലാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. ആ ശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം ഒരു സൂപ്പർ പ്രസിഡൻ്റായി ചമഞ്ഞു. ഞാനത് പറഞ്ഞു അത് പാടില്ല, വിയോജിപ്പിച്ചു. അങ്ങനെ അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു 2 വർഷം കഴിഞ്ഞപ്പോൾ മാറിക്കൊടുക്കണമല്ലോ. മാറിക്കൊടുക്കുന്നതിന് മുമ്പ് ഒരു മൃഗാശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മന്ത്രി മോഹനെ ക്ഷണിക്കാൻ പോയി. ആ ക്ഷണിക്കാൻ പോയപ്പോൾ വാസുരാങ്ങനും CPM-നകത്തുള്ള ഒരു കൂട്ടരും പ്രചരിപ്പിച്ചു എരുത്താവൂർ ചന്ദ്രൻ ഈ ഭരണമാറ്റം തയ്യാറാകില്ല, ഒഞ്ചിയം മോഡലിലേക്ക് ജനതാദളിൻ്റെ പിന്തുണ തേടി മന്ത്രിയെ കാണാൻ പോയിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അന്നിരുന്ന പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ആ പ്രചരണത്തിൽ കുടുങ്ങി. അപ്പോൾ അവർ തീരുമാനിച്ചു ഞാൻ എന്തായാലും ഒരു ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കും അന്നത്തെ സ്ഥലത്ത് പാർട്ടിക്കകത്തും മെമ്പർമാരുടെ ഇടയിലും ഞാനുമായിട്ട് അനുകൂലിക്കുന്നവരെന്നുള്ള നിലയ്ക്ക് എന്നെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചാലേ ഈ ബാസുരാങ്ങന് ഭരണമാറ്റം നടക്കും. വളരെ ആസൂത്രിതമായി ഊമക്കത്ത് തയ്യാറാക്കി. വളരെ അന്ന് എൻ്റെ മകളുടെ വിവാഹം അടുത്തിരിക്കുന്ന സന്ദർഭമാണ്. 10-40 വർഷത്തെ പൊതുജീവിതമുള്ള ആൾ ഈ പഞ്ചായത്തിനകത്ത് ഏത് വീട്ടിലും കയറി ചെല്ലാനും എല്ലാവരുടെയും സുഖദുഃഖങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു CPM-ൻ്റെ മുഖമായ എന്നെ ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ ഊമക്കത്ത് തയ്യാറാക്കി. എന്തായിരുന്നു ആ ഊമക്കത്തിനകത്ത് ഒരു പട്ടികജാതി വിഭാഗത്തിലെ ഒരു ചെവി കുറവുള്ള ഒരു സ്ത്രീയെ കൊണ്ട് ഒരു പാർട്ട് ടൈം ചന്ത തൂക്കാൻ വെച്ചു. അത് ആസൂത്രിതമായിരുന്നു. ചന്ത തൂക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു ചന്ത തൂക്കാൻ വരാതെ വന്നപ്പോൾ അവരൊരു ദിവസം പഞ്ചായത്തിൽ കയറും. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ചന്ത തൂക്കാൻ പറ്റില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിയുടെ ജോലി ചെയ്യും, ഇത്രയേ പറഞ്ഞോളൂ. അപ്പോൾ അതിനെ ഉടൻ തന്നെ ഒരു അരിജൻ അട്രാസിറ്റി ആക്കാൻ വേണ്ടി അതിന് വേണ്ട കരുക്കളൊക്കെ നീക്കി വെച്ചിരുന്നു. ചില സാമുദായിക സംഘടനയൊക്കെ സമീപിച്ചിരുന്നു അവർ. പക്ഷെ അതങ്ങ് പൊളിഞ്ഞു ഇവിടെ ആളുകൾ. അത് കഴിഞ്ഞ ശേഷം അവരെഴുതിയതായിട്ടൊരു ഉമക്കത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ കൊടുത്തത്. അത് അവർ പാർട്ടിയുടെ മുമ്പിൽ പറഞ്ഞു ഇത് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനുള്ളതാണ്, ഇത് വെറുതെയാണെന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി അത് കേട്ടില്ല. പാർട്ടി എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത് എൻ്റെ മകളുടെ വിവാഹ സമയം തന്നെ അവർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ വളരെ വേദന അനുഭവിച്ചു. പാർട്ടിയുടെ മുമ്പിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അങ്ങേറ്റം വരെ പരാതി കൊടുത്തു. പക്ഷെ ഒരാളും ആ പരാതി എന്താണെന്ന് അന്വേഷിക്കാൻ തയ്യാറായില്ല. അവസാനം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എടുത്തു വന്നപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ബാസുരാങ്ങൻ ഇപ്പോൾ ക്ഷീരയുടെ പ്രസിഡൻ്റാണ്, കണ്ടള ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, കണ്ടള സഹകരണ ആശുപത്രിയുടെ പ്രസിഡൻ്റാണ്, ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. ഈ എല്ലാ പ്രസിഡൻറ്റും കൂടെ ഒരാളെന്നതിന് പകരം മറ്റാരെങ്കിലും CPM പ്രസിഡൻ്റാക്കാമല്ലോ. അപ്പോൾ അതല്ല, അത് ആ പാർട്ടിയുടെ അവകാശമാണ്, സ്വാഭാവികനായാണ്, ആ പാർട്ടിയുടെ അവകാശമാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു മെമ്പർ ഇവിടുന്ന് അപ്രത്യക്ഷമായി. ഇതെല്ലാം എൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് കരുക്കൾ നീങ്ങി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ ഒരു വൈകാരിക തലത്തിലായിരുന്നു. ഞാൻ ബാസുരാങ്ങന് വോട്ട് ചെയ്തു. പക്ഷെ ബാലറ്റ് പേപ്പർ മടക്കി ഇട്ടപ്പോൾ എൻ്റെ പുറത്ത് വോട്ട് ചെയ്തില്ല. അത് എൻ്റെ ഒരു അന്നത്തെ മാനസികാവസ്ഥ. അമ്മയ്ക്ക് പെറ്റമ്മയെ പോലെ സ്നേഹിച്ച പ്രസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള മോശമായ നീക്കം നടത്തി മുകളിലോട്ട് പരാതി കൊടുത്തപ്പോൾ ഒരു നേതാവും അത് ശ്രദ്ധിക്കാൻ തയ്യാറാകാത്ത എൻ്റെ ഒരു പ്രയാസത്തിൽ ആ ഒപ്പിട്ടില്ല. സ്വാഭാവികമായി എൻ്റെ മേലൊരു പാർട്ടി സസ്പെൻഷൻ എല്ലാം ചെയ്യാം. പക്ഷേ എന്നെ പുറത്താക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലുമെല്ലാം 100 കണക്കിന് ഫ്ലക്സ് ബോർഡുകൾ വെച്ചു. എൻ്റെ വലിയ ചിത്രത്തിൽ ചാണകം മൊഴി, കരിങ്കൊടി കെട്ടി, കണ്ണ് കുത്തിപ്പൊട്ടിച്ച്, ചെരുപ്പ് മാലയിട്ടു. ഒരു പൊതു പ്രസ്ഥാനത്തിൽ നിന്ന ഒരാൾ ഈ സമൂഹത്തിൽ ഒരുപാട് ആൾക്കത് അത്രയധികം ഫീലിംഗ് ഉണ്ടായി. വളരെ പ്രാകൃതമായ രീതിയിൽ എന്നെ കൈകാര്യം ചെയ്തു. ഞാൻ മരിച്ചു എന്ന് കരുതി ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. കാരണം എല്ലായിടവും കരിങ്കൊടിയും ഫ്ലെക്സ് ബോർഡും വെച്ചിരുന്ന മരിച്ചോ എന്ന് കരുതിയവരുണ്ട്. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു മനോവേദന വളരെ വലുതാണ്. ഇപ്പോൾ സ്വാഭാവികമായി ഞാൻ ഈ പാർട്ടിയോട് നീതി ലഭിക്കുമെന്ന നിലയ്ക്ക് പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ വരെ പരാതി കൊടുത്തു. കൺട്രോൾ കമ്മീഷൻ എൻ്റെ ഭാഗം കേട്ടില്ല. ആ കേൾക്കാതെ വന്നപ്പോൾ ഏകപക്ഷീയമായി താങ്കൾക്ക് ഞാൻ പരാതി തള്ളിയ പത്ത് ഞാൻ കാണിച്ചു. ആ ഒറ്റ വരിയിൽ താങ്കളുടെ പരാതി തള്ളിയിരിക്കുന്നു. അപ്പോൾ കൺട്രോൾ കമ്മീഷനും CPM-ലെ ചില ആളുകളുടെ കൺട്രോളിലാണെന്ന് മനസ്സിലായി.
അപ്പം ഞാൻ നിശബ്ദനായി ഒരു പാർട്ടിയിലും പോകാതെ 3 വർഷക്കാലം തുടർന്നു. 3 വർഷമായപ്പോൾ ഈ ആലപ്പുഴയിൽ പി കൃഷ്ണപിള്ള സ്മാരകം CPM തന്നെ കത്തിക്കുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് കരുതി അവിടെ അത് നടക്കാമെങ്കിൽ ഇപ്പോൾ എന്നെപ്പോലുള്ള ആളിന് ഈ പാർട്ടിയിൽ ഇത് കിട്ടുന്നത് വലിയ കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ CPMുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ 2013 ബന്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ ആലോചിച്ചു. പക്ഷേ ഒരു തരത്തിൽ എനിക്ക് പാർട്ടിയിൽ നീതി ലഭിച്ചില്ല. എൻ്റെ ഭാഗം കേൾക്കാൻ ഒരു നേതാവും തയ്യാറായില്ല. വിശേഷം അന്നിരുന്ന ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രനും ഭാസുരാങ്ങനും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹം പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാസുരാങ്ങൻ്റെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്യുന്ന വലിയ ബന്ധമായിരുന്നു. ഭാസുരാങ്ങൻ ഒരു ബലം CPMനകത്ത് എനിക്ക് ആളുണ്ട്. 2 CPM ഈ ഭാസുരാങ്ങൻ ഏറ്റവും കൂടുതൽ ഈ കണ്ടള ബാങ്കിൻ്റെ അധികാര ദുർവിനിയോഗവും അഴിമതിക്കാരുമാകുന്ന കാലഘട്ടം ഈ സഹകരണ മന്ത്രിയുടെ സംരക്ഷണയിലാണ്. അപ്പോൾ ഇങ്ങനെ ഭാസുരാങ്ങനെ എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് നടത്തുന്നതുകൊണ്ടും ഈ ഫണ്ടൊക്കെ തട്ടിപ്പൊക്കെ ഭാസുരാങ്ങനെ സംബന്ധിച്ച് ഒരു സഹകരണ മേഖലയിൽ കഴിവുള്ള വ്യക്തി എന്നാണ് എൻ്റെ അഭിപ്രായം. ചില സംരംഭങ്ങളെയൊക്കെ അയാൾ വളർത്തിയിട്ടുണ്ട്. മാറനല്ലൂരിൽ ക്ഷീര സഹകരണ ആശുപത്രി, സഹകരണ ബാങ്ക്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ നേട്ടങ്ങളെ പട്ടികയിൽപ്പെടുത്താം. പക്ഷേ ആ നേട്ടങ്ങളെ മറവിൽ മറ്റൊരു ഭാസുരാങ്ങനുണ്ട്. ഭാസുരാങ്ങൻ സഹകരണ മേഖലയിൽ നിക്ഷേപം ആകർഷിച്ചത് എല്ലാ സ്ഥലത്തിനും 8% പലിശയുള്ളപ്പം 12% വരെ പലിശ കൊടുത്താണ്. അപ്പോൾ അത് നിക്ഷേപകരെ യഥാർത്ഥത്തിൽ വഞ്ചിക്കണം ഉദ്ദേശത്തോടെയായിരുന്നു. അതുപോലെ ക്ഷീരയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ക്ഷീരയിൽ വലിയ 10,000, 4,500 മാടുടമകളുണ്ടായിരുന്ന മാറനല്ലൂർ, ആ ക്ഷീരയുടെ തലപ്പത്ത് അദ്ദേഹം വന്ന ശേഷം ഒരുപാട് സർക്കാരുകളെ സ്വാധീനിച്ച് കോടിക്കണക്കിന് സബ്സിഡി നേടി. പക്ഷേ അവസാനം ആ ക്ഷീര തകർന്നപ്പോഴും ഭാസുരാങ്ങൻ വളർന്നു. 4,500 പരം ക്ഷീര കർഷകർ പട്ടിണിയിലായി. 150ഓളം ജീവനക്കാർ വഴിയാധരവൻ, അവരെ പ്രോവിഡൻറ്റ് പണം അടച്ചില്ല, ഇതല്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഭാസുരാങ്ങൻ ഒരു ബലമുള്ളത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഭാസുരാങ്ങനെതിരെ ഒരു ആളും ചലിക്കില്ല. കാലാകാലം ഒരു മന്ത്രിമാർക്ക് അവർക്ക് തുലാഭാരം, അവർക്ക് വീട് വയ്ക്കുമ്പോഴുള്ള സഹായം, പിന്നെ അവരെ പ്രശംസിച്ചുകൊണ്ടുള്ള മറ്റ് കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെയാണോ ദൗർബല്യങ്ങളുള്ള ആ ദൗർബല്യങ്ങളെല്ലാം ട്രീറ്റ് ചെയ്യാനുള്ള അപാരമായ കഴിവ്, അതുവഴി തന്നെ അദ്ദേഹം നാട്ടിൽ തന്നെ വനിതാ സംഘങ്ങളെ കൊണ്ടാക്കി, അതുപോലെ തന്നെ പല ആളുകൾക്ക് ലോണൊക്കെ കൊടുത്തിട്ട് അവരെ സ്വന്തം പിന്നെ സ്തുതിപാഠകരാക്കി. പൊതുയോഗം വരുമ്പോൾ അദ്ദേഹം സ്ഥിരമായ കുറേ ആളുകളെ വന്ന് അദ്ദേഹത്തെ സ്തുതിക്കും. അങ്ങനെ സ്തുതിപാഠകരാലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നിസ്സംഗത കൊണ്ടുമാണ് ഭാസുരാങ്ങൻ ഈ നിലയിലെത്തിയത്. ഭാസുരാങ്ങൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ LDFും UDFിലും കാലാകാലങ്ങളും മന്ത്രിമാരും സഹകരണ വകുപ്പിലെ മുകൾ ഉദ്യോഗസ്ഥന്മാരുമാണ്. ആ ഭാസുരാങ്ങന് യഥാർത്ഥത്തിൽ ഒരു തോന്നലുണ്ടായി, തന്നെ ഈ രാജ്യത്ത് ചോദ്യം ചെയ്യാൻ ദൈവം പോലുമില്ല, എൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്താലും അനുകൂലിക്കാനുള്ള കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഭാസുരാങ്ങൻ ആരെയും തകർക്കാമെന്നുള്ള തോന്നിട്ട് വന്നു. ഭാസുരാങ്ങനെ സംബന്ധിച്ച് ഭാസുരാങ്ങൻ്റെ ജീവിതം തന്നെ ഒരു വളരെ ഇല്ലായ്മയെ തുടങ്ങിയ ഒരാൾ, കഷ്ടപ്പെട്ടായിരിക്കാം ചിലപ്പോൾ വളർന്ന് ഒരു പൊതുരംഗത്ത് പിടിച്ചു നിന്നത്. പക്ഷേ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഞാനതൊന്നും വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ വലിയ വാർത്തയായി പ്രചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരുടെ മരണം. അവിടെ കണ്ടള ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു ചന്ദ്രമോഹനൻ നായർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സുപ്രഭാതത്തിൽ രാജിവെക്കുന്നു. ചന്ദ്രമോഹനൻ നായർ തന്നെ ഒരു അപകടത്തിൽപ്പെടുന്നു. ഭാസുരാങ്ങൻ്റെ രാഷ്ട്രീയ ഗുരുവായ VK മണികണ്ഠൻ നായർ, അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അപജയങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എത്തി. നല്ലൊരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ദിവസം ഒരു ടാസിൻ്റെ മകളിൽ മരിച്ചു കിടക്കുന്നു. അങ്ങനെ ആ കുടുംബം അതായി. അദ്ദേഹത്തിൻ്റെ ഈ ഭാസുരാങ്ങൻ്റെ അമ്മാവൻ കൃഷ്ണപ്പണിക്കരാണ് ഇദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുവന്നത്. കൃഷ്ണപ്പണിക്കർ കോൺഗ്രസ്സിൽ ആരുമല്ലാതായി. പിന്നെ ഇങ്ങനെ കുറേ പരമ്പരകളിങ്ങനെ ഇതൊക്കെ സംഭവിക്കും. ഇതെല്ലാം ഭാസുരാങ്ങൻ ചെയ്തതെന്ന് എനിക്ക് അഭിപ്രായമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മേലെ ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചോദിക്കാൻ, എന്താണെന്ന് ചോദിക്കാൻ ഈ കാലം അത്രയും കേരളത്തിൽ ഭരിച്ച, അതായത് ഭാര്യയുടെ മരണം ഉൾപ്പെടെ ഭാര്യമാരുടെ ഭാര്യമാരുൾപ്പെടെ എന്താണെന്ന് അന്വേഷിക്കാൻ ഒരു സംവിധാനം രാജ്യത്തുണ്ടായില്ല.
അത് കഴിഞ്ഞ് ഭാസുരാജൻ്റെ ഇപ്പൊ അതിലാണ് ഏറെക്കുറെ ദുരൂഹതകളും ഇങ്ങനെ ഉയർന്നു വരുന്നത് ആരോപണങ്ങൾ പഴയ കാലത്ത് ഉണ്ടായത് അതൊക്കെ സംഭവമായി മാറി. പക്ഷേ ഈ കണ്ടള ബാങ്കിൻ്റെ തകർച്ചയോടുകൂടി പല കോണുകളിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അതല്ല ഏറ്റവും ആളുകളെ ഈ സഹാരികളെല്ലാം ഒരു വശത്ത് ബാധ്യതയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് സാധാരണ എൻ്റെ മക്കളെ വിവാഹം നടന്നിട്ടുണ്ട്, സാമാന്യ ആൾ പങ്കെടുത്താണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഭാസുരാജൻ എന്ന ഒരു ട്രേഡ് യൂണിയൻ CPI നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം ഒരു വലിയ സംഭവമാക്കി. മദ്രാസിൽ നിന്ന് ഏറ്റവും കൂടിയ ആ കാറിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ, കണ്ടെയ്നറിൽ ആ കാറ് ഇവിടെ കൊണ്ടുവന്ന് കുതിരകളുടെ അകമ്പടിയോടുകൂടി ആ കാറിലൂടെ വരനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി. മാറിയോ യൂണിവേഴ്സിൽ അവിടുത്തെ വിവാഹ സർക്കിൾ വലിയ ആട് ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് ആടിനെ ഇങ്ങനെ വാർന്നെടുത്ത് ഫ്രഷായിട്ട് പൊരിച്ചാണ് കൊടുത്തത്. ഇതെല്ലാം ഒരു വിപ്ലവ പാർട്ടിയായ CPIക്കകത്ത് നടന്നപ്പോൾ CPIയുടെ നേതാക്കളും അദ്ദേഹത്തിന് നടപടിയെടുത്തു. CPIയെ സംബന്ധിച്ച ഒരു അഴിമതിരഹിത പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് ജനങ്ങളിടയിൽ ഞാൻ പോലും വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നൊരു പാർട്ടിയാണ്. പക്ഷെ ഭാസുരാജൻ്റെ വരവോടുകൂടി CPIക്കകത്ത് പുതിയ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ശക്തിപ്പെടാൻ തുടങ്ങി. എന്ന് മാത്രമല്ല CPIയിലെ ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് ഭാസുരാജന് അകമഴിഞ്ഞ സഹായം കിട്ടി. ഭാസുരാജൻ അങ്ങനെ ഈ LDFൻ്റെ ഭരണകാലഘട്ടത്തിലും വലിയ രാജാവായി മാറി. ക്ഷീര തകർന്ന് ഇത്രയധികം കർഷകരെ ദ്രോഹത്തിലാക്കിയ ഭാസുരാജനെ മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററാക്കി. ഇത് അന്തം വിട്ടുപോയി. CPI പോലൊരു പാർട്ടിയിൽ നിന്ന് ഇതിങ്ങനെ ഉണ്ടാകാമോ? CPI എന്ന് പറയുന്നൊരു പാർട്ടി അഴിമതിക്കൊക്കെ എതിരാണെന്നുള്ള ഒരു പ്രതീതി ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ CPI എന്നും കൂടെ ഇത് വന്നപ്പോൾ പിന്നെ ഭാസുരാജൻ്റെ വളർച്ചയിൽ ഈ പറഞ്ഞ എല്ലാ നേതാക്കൾക്കും പങ്കുണ്ട്. ഞാൻ ഇത്രയും ഒരു നിലപാടിലേക്ക് എത്താൻ കാരണം വ്യക്തിപരമായ ഭാസുരാജനോട് എനിക്ക് വിരോധമില്ല. എൻ്റെ മകളുടെ വിവാഹ സമയത്ത് എനിക്ക് 5 ലക്ഷം രൂപ പിന്നെ കണ്ടള ബാങ്കിൽ നിന്ന് 15 സെൻറ്റ് സ്ഥലം ജാമ്യം വെച്ച് മകളുടെ പേരിൽ വായ്പ എടുത്തു. അല്ല, ഞാനവിടെ നിന്ന് വായ്പയൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ആ വായ്പ അത് 15 സെൻറ്റ് സ്ഥലമാണ്. അത് തിരിച്ചടവ് മുടങ്ങി സ്വാഭാവിക നടപടി സ്വീകരിക്കാം. മറിച്ച് ഭാസുരാജൻ ഓരോ സന്ദർഭത്തിലും ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു കൊടുക്കും. മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഈ വനിതാകളെയൊക്കെ പൊതുയോഗത്തിന് അണിനിരത്തിയിട്ട് അവർക്ക് ഈ യോഗം പിരിയുമ്പോൾ നറുക്കെടുത്ത് സ്വർണം കൊടുക്കുമെന്ന് പറയും. അപ്പോൾ മഴ പെയ്താലും ആരെല്ലാം പ്രസംഗം മോശമായാലും യോഗം തീരുന്നവരെ ഈ സ്ത്രീകൾ അവിടെ ഇരിക്കും. അവസാനം ഒരാളിനായിരിക്കും ചിലപ്പോൾ നറുക്കെടുത്ത് ഒരു പൊടിക്കൈയാണ്. അതുപോലെ ഇങ്ങനെ പലതരത്തിലുള്ള പൊടിക്കൈകൾ നടത്തും. അതിൽ ഒരു പൊടിക്കൈയാണ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായ ചരിത്രവും കൂടെ തന്നെ ഒരു മെമ്പറെ സ്വാധീനിച്ച് പുറത്ത് പറയുന്നത് 10 ലക്ഷത്തോളം രൂപ കൊടുത്തെന്നാണ്. അദ്ദേഹം കുറച്ച് ദിവസം 6 മാസം പ്രസിഡൻ്റായി. ആ പ്രസിഡൻ്റായ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയോ? കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ മയക്കുമരുന്നും മദ്യമൊക്കെ സുലഭമായി ലഭിക്കുന്നൊരു സ്ഥലമാണ് നല്ലൊരു സ്ഥലമാണ്. കേസുകളും ഉണ്ടായിട്ടുണ്ട്. മാറനല്ലൂർ പഞ്ചായത്തിലാണ് ഒരു 4-5 ജില്ലയ്ക്ക് ആവശ്യമായ മദ്യം സംഭരിക്കുന്ന ഗോഡൗൺ ഉള്ളത്, ബീവറേജ് കോർപ്പറേഷൻ്റെ. ആ ഗോഡൗൺ ഇരിക്കുന്ന മാറനല്ലൂർ പഞ്ചായത്തിനെ ബഹുമാനപ്പെട്ട ഗവർണർ സദാശിവത്തിനെ കൊണ്ടുവന്ന് മദ്യവിരുദ്ധ ഗ്രാമമായി പ്രഖ്യാപിച്ചു. വലിയ സംഭവമായി അദ്ദേഹം നടത്തി. പക്ഷേ ഗവർണർ അറിയുന്നില്ല, ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളും അറിയുന്നില്ല ഇവിടെ മാറനല്ലൂരാണ് ഈ മദ്യത്തിൻ്റെ ഗോഡൗൺ എന്നുള്ളത്. ആ ഗോഡൗൺ ഇരിക്കുന്ന പഞ്ചായത്തിൻ്റെ മദ്യവിരുദ്ധ ഗ്രാമമായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് വേറൊരു പൊടിക്കൈയാണ് ഈ ക്ഷീര കെട്ടിടവും അദ്ദേഹം പരസ്യം ചെയ്തു. 40 സെൻറ്റ് സ്ഥലവും ഫാക്ടറി കെട്ടിടവും വിൽപ്പനയ്ക്ക് കൊടുത്തിരുന്ന നമ്പർ ഭാസുരാജൻ്റെതായിരുന്നു. പക്ഷേ പല ആളുകൾ വാങ്ങാൻ വേണ്ടി വിളിച്ചപ്പോൾ ഭാസുരാജൻ നമ്പരാണ്. അതെങ്ങനെയോ പിന്നെ ആരോഗ്യം എതിർത്ത് ആ വിൽപ്പന നടന്നില്ല. അല്ലെങ്കിൽ ക്ഷീര കെട്ടിടവും സ്ഥലവും വരെ വിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആരോപണങ്ങൾ വെച്ചാൽ 160 കോടി രൂപയോളം നഷ്ടം കണ്ടള ബാങ്കിന് ഉണ്ടായിട്ടുണ്ടെന്നും വ്യക്തിപരമായ ബന്ധുക്കളെയും ഭാര്യയെയും പേരിൽ വായ്പ എടുത്തിട്ടുണ്ടെന്നും ഒരുപാട് ക്രമക്കേടുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഈ തട്ടിപ്പ് സംഭവങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് പാർട്ടി നടപടി എടുക്കുന്നത്. ഇല്ല, പാർട്ടിക്ക് നിൽക്കക്കളിയില്ല. CPIയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പഴയകാല അല്ല, CPIക്കകത്ത് അദ്ദേഹം വന്നതോടുകൂടി പഴയകാല CPIക്കാരെല്ലാം എതിരായി. അദ്ദേഹത്തിൻ്റെ ബാങ്കിലെയും സഹകരണ ആശുപത്രിയിലേക്ക് ജീവനക്കാരെ വെച്ചാണ് CPI കൂട്ടിക്കൊണ്ടിരുന്നത്. ഒരു CPIയുടെ പരിപാടി വരുമ്പോൾ അദ്ദേഹം ആ ജീവനക്കാരെല്ലാം വിളിച്ചു കൂട്ടുമ്പോൾ അപ്പോൾ നേതാക്കൾ തൃപ്തിപ്പെടും. യഥാർത്ഥത്തിൽ ഈ സത്യം എന്തെന്ന് CPIക്കാരും മനസ്സിലാക്കിയില്ല. പഴയകാല CPIക്കാരെല്ലാം
അവർ ഒന്ന് നിഷ്ക്രിയരാകുകയോ മറ്റു പാർട്ടികളിൽ പോവുകയോ ചെയ്തു. യഥാർത്ഥത്തിൽ CPIക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ആ സമയത്ത് CPIയിൽ വലിയ ഗ്രൂപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ബാസുരാങ്ങൻ്റെ വരവോടുകൂടി ചില നേതാക്കളെ ഗ്രൂപ്പിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ചില സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത് ആ പാർട്ടിയും ശരിക്കും പറഞ്ഞാൽ ബാസുരാങ്ങ് നശിച്ചു. പക്ഷേ ബാസുരാങ്ങനെ ഈ തരത്തിൽ ബാസുരാങ്ങൻ ആകില്ലായിരുന്നു. കാലാകാലങ്ങൾ വരുന്ന LDF സർക്കാരുകൾ, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും അതിൻ്റെ മന്ത്രിമാർ വരുന്ന ആളുകളൊക്കെ ഈ കണ്ടല സഹകരണ ബാങ്കിലേക്ക് എതിർന്നു വന്ന പരാതികളെക്കുറിച്ച് അന്വേഷിക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായിരുന്നെങ്കിൽ ഈ ബാസുരാങ്ങൻ ഇത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് എത്തില്ലായിരുന്നു. ബാസുരാങ്ങനെ നശിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പിന്തുണ ഒരു ഘടകമാണ്. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ആ പാർട്ടിയിൽ ചെറിയൊരു സാധാരണ പ്രവർത്തനം, ഇപ്പോൾ എന്നെ തന്നെയും പാർട്ടി നിഷ്കരണം പുറത്താക്കി. ആ നിലയിൽ ഒരു ചെറിയ വിരലെങ്കിലും ബാസുരാങ്ങനെതിരെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായിരുന്നെങ്കിൽ ബാസുരാങ്ങന് സംഭവിക്കില്ലായിരുന്നു. ഇന്ന് ബാസുരാങ്ങൻ്റെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പ്രധാന കാരണം രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്കും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എന്ന നിലയ്ക്കും ഇതിലുണ്ട്. ഞാൻ BJPയിൽ ചേരാനുള്ള സാഹചര്യം എത്തിയത് ഇതെല്ലാം കൊണ്ടൊരു 3 വർഷം നോക്കിയ അവസാനം BJP ഈ ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കെതിരായി BJPയാണ് രാഷ്ട്രീയം മുതലെടുക്കേണ്ടത്. പക്ഷെ അവർ അന്തസ്സായൊരു നിലപാട് സ്വീകരിച്ചു. അവരെന്നെ എപ്പോഴും ക്രൂശിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ നരേന്ദ്രമോദിയുടെ ചില ഭരണ നടപടിക്രമങ്ങൾ എന്നെ BJP ആകർഷിച്ചു. രാജ്യത്ത് വേറെ ഒന്നുമില്ല, എനിക്കൊരു പ്ലാറ്റ്ഫോം വേണം, എനിക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കണം. അപ്പോൾ സ്വാഭാവികമായി നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ നല്ല ഇത് കൊണ്ട് ഞാൻ ഒരു അവസാനം BJPയിലേക്ക് ചേരുന്നത് തീരുമാനിച്ചു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറഞ്ഞതുപോലെ നിങ്ങളെന്നെ BJP ആക്കിയതാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ ഒരു BJP ആകുമെന്ന്. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടാണ്. ഞാൻ ഉള്ള കാലം 10-40 വർഷത്തെ പൊതുജീവിതത്തിനിടയ്ക്ക് ഒരു നയാപൈസയുടെ ആരോപണവും പാർട്ടിക്കകത്ത് എൻ്റെ പേരിലുണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ എൻ്റെ പേരിലുണ്ടായിട്ടില്ല. ഒന്ന് എൻ്റെ പ്രായം നോക്കണം. വാർദ്ധക്യ കാലഘട്ടത്തിൽ മകളുടെ വിവാഹ സമയത്ത് ഞാൻ സ്നേഹിച്ച അമ്മയെ പോലെ സ്നേഹിച്ച പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുമ്പം തളർന്നു പോകും. സ്വാഭാവികമായൊരു കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പോകാൻ പാടില്ല എന്നൊരു മറുചോദ്യം പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്. അവർ ചോദിക്കും എന്തെല്ലാം സഹിച്ച് നിൽക്കുന്നുകൂടെ. പക്ഷെ ആ കാലമല്ല. നമ്മളത് ഭാഗം കേൾക്കാൻ ഒരു മാധ്യമവും ഇല്ല. അന്ന് ഒരു മാധ്യമങ്ങളും എന്നെ കേട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. 10 വർഷം കഴിഞ്ഞാണെങ്കിലും മറുനാടൻ ചാനലിലൂടെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. പക്ഷെ ഞാനന്ന് ആഗ്രഹിച്ചു പല മാധ്യമങ്ങളിൽ നിന്ന് എൻ്റെ കഥ പുറത്തു കൊണ്ടുവരുമെന്ന്. വലിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും എൻ്റെ ഭാഗം കൊടുത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ പല മാധ്യമങ്ങളും ബാസുരാങ്ങൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പല മാധ്യമ പ്രവർത്തകരുടെയും ഭാര്യമാർക്ക് ഇവിടെ സഹകരണ ആശുപത്രിയിലൊക്കെ ജോലിയുണ്ടായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാരും നിർദ്ദേശിച്ച ആളുകൾക്ക് കണ്ടല ബാങ്കിലും ഇതിലൊക്കെ ജോലി കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ശക്തിക്കും ബാസുരാങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. പിന്നെ ഒരൊറ്റപ്പെട്ട സംഭവം നിലയ്ക്കാണ് എൻ്റെ വോട്ട് അസാധുവായി അദ്ദേഹത്തിന് പ്രസിഡൻ്റ് ആകാൻ കഴിയാത്തത്. ആ സമയത്ത് വളരെ പ്രയാസങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് താൻ സ്നേഹിച്ച് എന്നെ പാർട്ടി വേണമെങ്കിൽ എന്നെ കൊന്നുകളായിരുന്നു പാർട്ടിക്ക്. പക്ഷേ എന്നെ കൈയും കാലം അടിച്ചിട്ടാലും ഞാൻ പാർട്ടി വിടില്ല. എന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നെ കൊന്നാലോ അല്ലെങ്കിൽ എന്നെ കൈയും കാലം അടിച്ചൊടിച്ചാലോ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചാലോ ഞാൻ പാർട്ടിക്കെതിരായിട്ടൊന്നും പറയില്ലായിരുന്നു. പക്ഷേ വളരെ പ്രാകൃതമായ ഈ ഊമക്കത്ത് പ്രയോഗവും അപവാദ പ്രചരണങ്ങളും ഒക്കെ നടത്തി. എന്ന് മാത്രമല്ല പിന്നീട് ഞാൻ പുറത്തു പോയപ്പോൾ സാധാരണ വലിയ സംസ്ഥാനതല നേതാക്കളെ നേരിടുന്നതിനേക്കാൾ പിണറായി വിജയനെ കൊണ്ട് യോഗം വയ്പ്പിച്ചു, കോടിയേരി വിജയനെ കൊണ്ട് യോഗം വയ്പ്പിച്ചു, സമ്പത്ത് വന്നു, പി ജയരാജൻ കണ്ണൂരുള്ള പി ജയരാജനെ കൊണ്ട് പൊതുയോഗം വയ്പ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രഖ്യാപനം നടത്തി, പലിശ ഞങ്ങൾ മുതലും പലിശയും കൊടുക്കുന്നവരാണ് എന്നുള്ള ദ്വന്ദ്വാർത്ഥ പ്രയോഗം നടത്തി. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോഴൊന്നും എനിക്കൊന്നും ഞാൻ നിസ്സഹായനാവസ്ഥ, വേണമെങ്കിൽ പാർട്ടി കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊരു പാഠം, സാധാരണ തൊഴിലാളിയുടെയും പാവപ്പെട്ടവരുടെയും പ്രവർത്തിക്കുന്ന പ്രവർത്തകന് എന്തെങ്കിലും ചെറിയൊരു കാരണം വന്നാൽ അത് പാർട്ടി സഹിക്കില്ല. പക്ഷേ ഉയർന്ന നേതാക്കന്മാർ എന്ത് ചെയ്താലും
അവർക്ക് ചർച്ച ചെയ്യാനും കൺട്രോൾ കമ്മീഷൻ പരാതി സ്വീകരിക്കാനും അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ തൊഴിലാളികളുമായി സാധാരണക്കാരെ ബന്ധപ്പെട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു അധ്വാനിച്ച് ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഞാനൊരു 10-30 വർഷം കൊണ്ട് ആധാരം എഴുത്ത് ജോലി ചെയ്യും. എൻ്റെ വരുമാനം ആധാരം എഴുത്താണ്. അപ്പോൾ ആഹാരം എഴുതി ജോലി ചെയ്യുന്നുള്ളതൊക്കെ എനിക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. എന്തറിയോ, ഞാൻ തൊഴിലെടുത്താണ് പാർട്ടിയിൽ നിൽക്കുന്നത്. തൊഴിലെടുക്കാത്ത, ഒരു ജോലിയില്ലാത്ത, ഒരു വിവരമില്ലാത്ത മുകളിലുള്ള ചില നേതാക്കൾ വന്നിരുന്നു കൊണ്ട് പല തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പം ചിലപ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ തൊഴിലെടുത്ത് എൻ്റെ തൊഴിലിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാർട്ടിക്ക് വേണ്ടി ചിലവഴിച്ചു. പാർട്ടി തന്ന ചുമതല, അത് 2 കാരണങ്ങളാണ്. പാർട്ടി എന്നെ വളർത്തിയിട്ടുണ്ട്, പാർട്ടിയുടെ വളർച്ചയ്ക്ക് എൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഞാനും ഒരു നല്ല, ഈ പഞ്ചായത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയൊന്നും ആയിരുന്നില്ല. ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താഴേറ്റം വരെ പോയി പ്രവർത്തിച്ച് ചില ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൻ്റെയൊക്കെ ഫലമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ ജനങ്ങൾ പഞ്ചായത്ത് ഭരണം തന്നിട്ടുണ്ട്. ഞാൻ എന്നെ പുറത്താക്കിയ സമയത്ത് അടുത്ത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പം 13 സീറ്റ് ഉണ്ടായിരുന്ന CPM 3 സീറ്റിലേക്ക് വന്നു. ഇപ്പോൾ അവർ സാങ്കേതികമായി ഭരിക്കുന്നെങ്കിലും 13 സീറ്റുണ്ടായിരുന്ന പാർട്ടി 3. ഇതൊന്നും വന്നിട്ടും പാർട്ടി പരിശോധിക്കുന്നില്ല. എൻ്റെ ഭാഗം ഇത്രയുമായിട്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ, അല്ലെങ്കിൽ എഴുത്താവൂർ ചന്ദ്രൻ തന്ന പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിക്കാനൊരു പാർട്ടിയിൽ ഒരാളില്ലാതായി എന്നുള്ളത് വലിയ ദുഃഖകരമാണ്. ഇപ്പോൾ BJP എത്തി നിൽക്കുകയാണ്. അതെ, BJP എന്ന പാർട്ടി എങ്ങനെ വിലയിരുത്തുന്ന ഭരണത്തെയൊക്കെ? BJP എന്ന പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് ആ പാർട്ടി ഒരു അക്കോമഡേഷൻ തന്നു. പാർട്ടി എന്നെ വളരെ പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചാണ് എനിക്ക് മെമ്പർഷിപ്പ് തന്നത്. 10,000 ആൾക്കൂട്ടത്തിൽ കഴിഞ്ഞ് നല്ല സ്വീകരണം തന്നു. അവർ CPM-ഉം BJP പ്രവർത്തനം 2-2ആണ്. CPM-ൽ പ്രവർത്തിക്കും പോലെ എനിക്ക് താഴെ തട്ടിലേക്ക് ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. മുകൾ തലത്തിൽ യോഗങ്ങളൊക്കെ പോകും. പക്ഷേ BJP-യോടുള്ള എനിക്കൊരു കടപ്പാട്, BJP-യിൽ പരിമിതികളുണ്ട്. CPM-ൻ്റെ അത്ര രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രവർത്തന ശൈലിയും BJP കുറവാണ്. മറിച്ച് BJP-യിൽ മാനസിക സംഘർഷമില്ല. CPM-ന് നമ്മൾ വളരെ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വൈകുന്നേരം വരുമ്പം അപവാദങ്ങൾ കൊണ്ടും ദുരാരോപണങ്ങൾ കൊണ്ടും മാനസികമായി തകർത്ത് കളയും. BJP-യെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംസാരിച്ചാൽ BJP-കാരന് പരാതിയില്ല. ഞാനൊരു സാമ്പത്തിക ശേഷിയുള്ള ഒരാളുമായി സംസാരിച്ച BJP-ക്ക് പരാതിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. എനിക്കൊരു ക്ഷേത്രത്തിൽ പോണേ പോവാം, ഉത്സവം കാണാം, എന്തും ചെയ്യാം. പക്ഷെ ഞാൻ CPM-ൽ നിന്നുകൊണ്ടൊരു ആളോടെങ്കിലും സംസാരിച്ചാൽ അന്ന് ചർച്ച എനിക്കെതിരെ. പാവപ്പെട്ട വഴിയിൽ നിന്ന് ഒരു സഹോദരി ഒരു പെൺകുട്ടി എന്നോട് കണ്ടുകൊണ്ട് അണ്ണാ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ അന്ന് വൈകുന്നേരം അപവാദ പ്രകടനമായി. അങ്ങനെ പാർട്ടി, പക്ഷേ മുകളിലുള്ള നേതാക്കന്മാർക്കൊന്നും ബാധകമല്ല. അപ്പോൾ BJP-യും CPM താരതമ്യം ചെയ്യുമ്പോൾ BJP-ക്ക് അതിൻ്റേതായ ചില പരിമിതികളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് CPM-നെ പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സാഹചര്യം കേരളത്തിലില്ല. മറിച്ച് CPM-നകത്ത് നിന്ന് ലഭിക്കുന്നതിനേക്കാൾ മനസമാധാനം, വർഗീയ ഹിന്ദുത്വം അജണ്ടയുണ്ട്. സ്വാഭാവികമായും നമ്മൾ CPM കാണുന്നത് പോലെ മതനിരപേക്ഷത എന്നും അവർ മുറവിളി കൂട്ടുന്നില്ല. പക്ഷെ 2 കാര്യങ്ങളാണ് ഈ CPM-ഉം BJP-യും ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ എനിക്കൊരു പഠനം. BJP ഒരു മാനുഷികമായ പരിഗണനകളുണ്ട്. ഉദാഹരണം, ഞാനൊരു പ്രായമായ ഞാനൊരു കൊടിയെടുത്ത് കെട്ടാൻ പോയപ്പോൾ വിട്ടാൽ ആ പ്രവർത്തകർ പറയും ചേട്ടൻ കെട്ടണ്ട, ഞങ്ങൾ കെട്ടാം. പക്ഷേ CPM-ലാണെങ്കിലോ അയാൾ കെട്ടട്ടെ, അയ്യ നമ്മൾ 2 വ്യത്യാസമാണ്. അപ്പം ഞാൻ അത് ഇങ്ങനെ ഒരു ചാനൽ വന്നതല്ലാണ്. BJP-യിൽ നോക്കുമ്പോൾ BJP-യിൽ ഇതുണ്ട്. BJP-ക്കകത്ത് ഹിന്ദു മതത്തെ ബൂസ്റ്റ് ചെയ്യുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്ത് അങ്ങനെയല്ല. വൈരുദ്ധ്യാധിഷ്ഠ ഭൗതികത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേൾക്കാൻ ആളുണ്ടായിരുന്നു. പഴയ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഭാരം ഇറക്കി വയ്ക്കാനുള്ള ചുമട് താങ്ങികളുണ്ടായിരുന്നു നേതാക്കന്മാർ. ഏത് പ്രതിസന്ധി വന്ന ഒരു സഖാവിനെ ഏതെങ്കിലും ഒരു നേതാവിനെ ചെന്ന് കണ്ടാൽ അത് കേൾക്കാൻ തയ്യാറുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ കേൾക്കാൻ ആരുമില്ല. ഇപ്പം കേൾക്കാനായില്ല. മറിച്ച് BJP-യിലാണെന്ന് ചോദിച്ചാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളതില്ല. ഒരാളിന് ഇഷ്ടമുണ്ടെങ്കിൽ പ്രവർത്തിക്കാം, ഇഷ്ടമെങ്കിൽ പ്രവർത്തില്ല. അയാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ജാതി വിശ്വസിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ആളുകൾ കാണുന്നതും അതിൻ്റെ മതേതരത്വത്തിൻ്റെയും
എല്ലാം ഹോൾസെയിൽ കുത്തക CPM-നാണ് കൊടുക്കുന്നത്. പക്ഷെ അടുത്തറിയുമ്പോൾ വളരെ CPM-നേക്കാൾ ഭേദമാണെന്ന് തോന്നൽ വരും. കാരണം CPM-ഉം CPI BJP രണ്ടും തിരിച്ചറിയാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. BJP-യിൽ ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്നുള്ളതൊക്കെ വലിയ പ്രവർത്തനമൊന്നുമല്ല. പക്ഷേ അത്യാവശ്യ യോഗങ്ങൾക്ക് പോകും, പരിപാടികൾ പറയുന്നത് ഏൽപ്പിക്കും. പക്ഷെ ഒരു സത്യം, വൈകുന്നേരം വീട്ടിൽ കിടന്ന് ഉറങ്ങാം. എന്താ കാര്യം? മാനസിക സംഘർഷമില്ല. അവർ ബഹുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യും. ഒരു പ്രായത്തിൻ്റെ അനുസരിച്ച് റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ബഹുമാനം കിട്ടുന്നുണ്ട്. മറിച്ച് പിന്നെ സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ട്. കാരണം നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇളക്കി പോകണം. CPM-ഉം ഭരണത്തിൻ്റെയൊക്കെ മറവിൽ നിന്നിരുന്ന അത്യാവശ്യം ആരെങ്കിലും വിളിച്ച് കാശ് വാങ്ങിക്കാനോ കാര്യങ്ങൾ നടത്താനോ ഒക്കെ ചെയ്യും. പക്ഷേ ഇത് നമ്മൾ അധ്വാനിക്കുന്ന ഭാഗം അതിൽ ചിലവഴിച്ച് നമുക്ക് സാമ്പത്തികമായ നഷ്ടമൊന്നൊഴിച്ച് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ല. പിന്നെ പരിമിതികൾ. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ പരിമിതികളുണ്ടാകാറുണ്ട്. അത് കാരണം രാഷ്ട്രീയം BJP രൂപീകൃതമായ കേരളത്തിന് ശേഷം ഈ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അടവും തന്ത്രവും എന്നാണ് CPM പറയുന്നത്. അത്തരത്തിലുള്ള അടവുകളെ എല്ലാ അവസരങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന CPM-ൻ്റെ കഴിവ് കുറവാണ്. ഇത് പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ BJP-യുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അതിൻ്റെ രീതിയിലാവും. എന്നെപ്പോലുള്ള ഞാൻ 10 വർഷമായി BJP പോയ ശേഷം എനിക്ക് BJP-യെ സംബന്ധിച്ച് ഒരു തിക്താനുഭവം ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായി വാരിക്കൂട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ പറയും BJP-യിൽ പോയാൽ മോളിൽ നിന്നൊക്കെ ഫണ്ടുണ്ട്, ഒരു നയാ പൈസ അങ്ങനെ മോളിൽ നിന്ന് ആർക്കും തരില്ല. ഞങ്ങളെ കയ്യിൽ നിന്ന് സ്വന്തം കയ്യിൽ നിന്നാണ് ഞാൻ ഒരു പ്രവർത്തന ചുമതല പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കി. പിന്നെ വല്ല യോഗങ്ങൾക്ക് പോകണമെങ്കിൽ വല്ല വാഹനങ്ങൾ കിട്ടും. അപ്പോൾ BJP-യും CPM-ഉമായി താരതമ്യം നടത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് പറയുന്നു, BJP-യിൽ വരുന്ന ഒരാളിനും മാനസികമായ പിരിമുറുക്കമില്ല. ഇപ്പം ബാസുരാങ്കനും പിന്നെ മകനും ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കും. എന്ത് തോന്നുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി സഹതാപമാണ് തോന്നുന്നത്. ബാസുരാങ്കനെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഈ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിൽ ഞാൻ വലിയ സന്തോഷമൊന്നും എടുത്തില്ല. രാഷ്ട്രീയമായി ഞങ്ങൾ തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിലും ബാസുരാങ്കൻ അഴിക്കുള്ളാകുന്ന സാഹചര്യം അതിന് ഏറ്റവും പ്രധാനമായി ഈ നിക്ഷേപകരുടെ കണ്ണീരാണ്. നിക്ഷേപകർ ദൈവം ഉണ്ടോ ഇല്ലയെന്നല്ല, ഞാനിപ്പോൾ അന്ധമായ അങ്ങനെയുള്ള ഇതല്ല. പക്ഷെ ദൈവമുണ്ടോ ഇല്ലയെന്നല്ല, ഈ ആയിരക്കണക്കിന് നിക്ഷേപകരുടെ കണ്ണീര് അത് ഏറ്റവും എന്നെ ഫീൽ ചെയ്തൊരനുഭവം. നിക്ഷേപകർ അവിടെ പട്ടിണി കിടന്ന് കഞ്ഞി വെച്ച് കുടിച്ചുകൊണ്ട് കിടക്കുന്നു. ആ സമയത്ത് ബാസുരാങ്കൻ ഒരു പുതിയ ഏറ്റവും വില കൂടിയ കാറിൽ അവരെ മുമ്പ് ഇറങ്ങും. അപ്പോൾ ചില അമ്മമാരൊക്കെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ നമ്മളെ പണത്തിൻ്റെ പുറത്താണ് ഈ അഹങ്കരിക്കുന്നതെന്ന് പറഞ്ഞ് ആ നിലവിളി ഉണ്ടല്ലോ, ആ നിലവിളി വലുതൊരു ബാസുരാങ്കന് ബാധിച്ചിട്ടുണ്ട്. കാരണം ഒരിക്കലും ഈ നിക്ഷേപകർക്ക് ഒന്നൊരു ആശ്വാസവാക്ക് കൊടുക്കാമായിരുന്നു, കുറേച്ചെങ്കിലും ഞാൻ തരാം. പിന്നെ ബാസുരാങ്കൻ വിചാരിച്ചെങ്കിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാമായിരുന്നു. ബാസുരാങ്കൻ ഈ രാഷ്ട്രീയ പിൻബലം തേടി പോവാതെ ബാസുരാങ്കൻ്റെ അത്യാവശ്യമുള്ള സമ്പത്തുകളൊക്കെ കുറച്ച് ക്രയോക്രയം ചെയ്ത് ഈ കുറേ ചെറിയ ചെറിയ നിക്ഷേപകർക്ക് ഒരു ഗഡുക്കളായിട്ട് കാശ് കൊടുത്തിരുന്നെങ്കിൽ ഈ വലിയ പ്രതിസന്ധി വരില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം കിടപ്പുണ്ട്. എന്നറിയോ, ഇതിനെല്ലാം കാരണം ഈ LDF-നകത്തുണ്ടായ പരസ്പര വൈരുദ്ധ്യമാണ്. ബാസുരാങ്കൻ LDF-നകത്ത് നിന്നുകൊണ്ട് ചിലർ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പ്രതികാരം എന്ന നിലയ്ക്ക് ബാസുരാങ്കനെ തോൽപ്പിക്കാനുള്ള ശ്രമം തുടങ്ങും. അങ്ങനെയാണ് ഈ അഴിമതി പുറത്തു വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും പുറത്തു വരില്ല. ഈ എത്ര കാലം BJP പരാതി കൊടുത്താലും എന്തൊക്കെ ചെയ്താലും ED എല്ലാവരും വിചാരിച്ചാലും ഇതൊന്നും പുറത്തു വരില്ല. പുറത്ത് വന്നതിൻ്റെ കാര്യം അവർ തമ്മിലുള്ള അതിഭയങ്കരമായ വൈരുദ്ധ്യങ്ങളായിരുന്നു. ആ വൈരുദ്ധ്യത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ അഴിമതികൾ പുറത്തു വന്നത്. ഇപ്പോൾ അത് അഴിമതി യഥാർത്ഥത്തിൽ രസകരമായ കാര്യം മറുനാടൻ അറിയണം. CPM പോലുള്ളൊരു പാർട്ടി ഒരു സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചിട്ട് 4 പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 4 ആളുകളെ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ചിട്ട് ആ പാർട്ടി പറയാണ് അവിടെ നിന്ന് രാജിവെക്കാൻ. ഇങ്ങനെ കേട്ടുകേൾവിയൊന്നുമില്ല. CPM ഉത്തരവാദിത്വമില്ലേ? അത് നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് ബോർഡിൽ പോണത്. അവരവിടെ എന്നാൽ പഞ്ചായത്ത് രാജിവെക്കാത്തത്
സൊസൈറ്റിയിൽ അഴിമതി, അതേ പഞ്ചായത്ത് പ്രസിഡന്റ്, അതേ ബോർഡ് ആൾ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഭരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ നമ്പർ 1 പ്രതിക്കൂട്ടിൽ അവരും കൂടെ ഇല്ലേ. ഇപ്പോൾ പറയുന്ന ആരോപണം ആരൊക്കെയാണ് പുറത്തു കൊണ്ടുവന്നതെങ്കിലും ഇപ്പം ജനത്തിനോട് സമാനം പറയേണ്ടത് ഈ പണം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇതാണ്. പിന്നെ BJP ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റും പാർട്ടിയുമാകെ തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് ഇതൊരു സംസ്ഥാന ശ്രദ്ധയിലേക്കും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലേക്കും EDയുടെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവന്ന് അങ്ങനെ ഈ വിഷയം നമ്മുടെ തൂങ്ങാമ്പാറ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ വിഷയം ഒരു സംസ്ഥാന വിഷയമായി മാറി. അപ്പോൾ നിൽക്കക്കളിയില്ല. അതിൻ്റെ ഭാഗമാണ് ED വന്നതും പിന്നെ അന്വേഷണം നടന്നതും. ഇപ്പോൾ ബാസുരാങ്ങൻ ജയിലിലാകേണ്ടത്. ബാസുരാങ്ങൻ മകനൊക്കെ പിന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ആഗ്രഹം എനിക്കും മക്കളൊക്കെ ഉണ്ട്. പക്ഷെ അമിതമായി മക്കളെ അമിതമായി വഴിവിട്ട് വളർത്തിയാലുണ്ടാകുന്ന ഒരു ദുരന്തം കൂടെയാണ്. ബാസുരാങ്ങൻ്റെ മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളും ഉണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ കഴുത്തിൽ തോർത്തിട്ട ജനകീയ നേതാവ് എന്നുള്ള ഒരു വിളിപ്പേര് ഉണ്ട് എന്നെല്ലാം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഈ തോർത്തിൻ്റെ രഹസ്യം എന്താണ്? ഏത് നേരവും കഴുത്തിൽ ഈ തോർത്തുണ്ടാവില്ല. ഈ തോർത്തിൻ്റെ രഹസ്യം, എനിക്ക് സ്ഥിരമായ ജലദോഷം വരാറുണ്ട്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ പൊതുപ്രവർത്തനം നടക്കുമ്പോൾ ഈ സ്കൂട്ടർ ഓടിക്കുമ്പോഴൊക്കെ പൊടി വരുന്ന സ്ഥലത്ത് ഞാൻ തോർത്തെടുത്ത് ഇങ്ങനെ മൂക്കിൻ്റെ അവിടെ കൂടി ഇടും. അതുപോലെ മഴ വരുമ്പോൾ പെട്ടെന്ന് മഴ ആരംഭിക്കുമ്പോൾ ആ തോർത്ത് തണലാവും. വെയിൽ വരുമ്പോൾ അങ്ങനെ നിരവധി ഉപയോഗങ്ങൾ എനിക്ക് ആ തോർത്ത് കൊണ്ടുണ്ടായി. അങ്ങനെ ആ തോർത്ത് ഞാൻ ഉപയോഗിച്ചു തുടങ്ങി. ആ തോർത്ത് പിന്നെ എനിക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എൻ്റെ കയ്യിൽ തോർത്ത് താഴെ വീണു ഞാൻ അടുത്ത കടയിൽ ചെന്നൊരു തോർത്ത് വാങ്ങി തോളിലിടും. പിന്നെ അതിലുകൊണ്ടൊരു ഗുണമുള്ളത്, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയാനൊരു ഐഡൻറ്റിറ്റി ആയി. ഇപ്പോൾ എല്ലാവരും നമ്മളെ കോടിയേരി മരിച്ചുപോയ കോടിയേരി അദ്ദേഹം കാണുമ്പോൾ തോർത്ത് എന്നാണ് വിളിക്കുന്നത്. കാരണം അതൊരു ഐഡൻറ്റിഫൈ ആയി. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ലളിത ജീവിത ശൈലിയുടെ ഒരു ഭാഗം കൂടെയാണ്. ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അത്യാവശ്യം ഇന്നിപ്പോൾ ഞാൻ അധ്വാനിച്ചൊക്കെ മാന്യമായി ജീവിക്കുന്നുണ്ട്. മക്കളൊക്കെ അവർ പിന്നെ മാന്യമായി കഴിയുന്നുണ്ട്. ആരെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും ഒരു തരത്തിൽ പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പരമാവധി ലാളിത്യത്തോടെയാണ് ഇപ്പോഴും ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം പ്രതിസന്ധി വന്നപ്പോഴും ഈ തോർത്ത് തന്നെ ഇട്ടുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. CPM-മായി നല്ല വൈരുദ്ധ്യം ഉണ്ടായിരുന്ന സമയത്തും ഞാൻ പോയി. ഇപ്പോൾ അതൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. CPM-ൻ്റെ പ്രവർത്തകരിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. നേതാക്കൾക്ക് മരിച്ചുപോയ കോടിയേരി സഖാവ് ഉൾപ്പെടെ എന്നെ തിരിച്ച് CPM-ലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പിന്നെ എൻ്റെ മനസ്സിലുണ്ടായ മുറിവ് അങ്ങ് പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മരിക്കുന്നവരെ ഒരു BJP-ക്കാരനായി തന്നെ മരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോകുന്നത്. കാരണം ഇനിയൊരു തിരിച്ചുപോക്കിൻ്റെ പ്രശ്നം എനിക്കുന്നില്ല. പക്ഷേ ഒരു സത്യം, എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ എൻ്റെ ഒരുപാട് ന്യൂനതകൾ തിരുത്താൻ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പാർട്ടിയെ അത്രമാത്രം ഹൃദയത്തിൽ സ്വീകരിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഈ വിപ്ലവ ഗാനങ്ങളെ കേൾക്കുമ്പോൾ വളരെ ആകർഷയോടെ സ്വീകരിക്കുന്ന ആളുണ്ട്. എന്നിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചിട്ടില്ല, എന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ മരിച്ചുള്ളൂ. എന്നിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും മരിക്കില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നല്ല BJP-ക്കാരനുമാകാം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും അത്രയേ പറ്റാറുള്ളൂ. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചിട്ടില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ മരിച്ചു. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ എനിക്ക് ഏറ്റവും വലിയ നന്ദി, എൻ്റെ കഥ കേൾക്കാൻ. ഞാനൊരു വലിയ ആളൊന്നുമില്ല, ഒരു സാധാരണ പ്രവർത്തകൻ. CPM-ൻ്റെ ഒരു മുഖമായി നാട്ടിൽ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരാളിന് ഇത്തരത്തിലൊരവസ്ഥ വന്നപ്പോൾ ഒരാളും CPM-ൽ നിന്ന് ഒരു നേതൃത്വത്തിൽ ഒരാളും എന്തെന്ന് ചോദിക്കാനുണ്ടായില്ല എന്നുള്ള ഒരു വിഷയം. ഒരു മാധ്യമങ്ങളും, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, നല്ല രീതിയിൽ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനും വന്ന് എൻ്റെ കഥ കേട്ടില്ല. 10 വർഷം കഴിഞ്ഞാണെങ്കിലും മറുനാടൻ മലയാളി എന്ന ഈ മാധ്യമം പല സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നതുപോലെ തന്നെ ഇതും എന്നെപ്പോലുള്ള ഒരു എളിയ പ്രവർത്തകൻ്റെ
കഥ അല്ലെങ്കിൽ ഉണ്ടായ സംഭവങ്ങളുടെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നെപ്പോലുള്ള സമൂഹത്തിൽ താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അതൊരു മറുനാടനെ അതിന് ഞാൻ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കണം. ഞാൻ ഒരു മറുനാടൻ ചാനലുകാരെയും കണ്ട് എൻ്റെ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞില്ല, ഒരു മാധ്യമക്കാരോടും പറഞ്ഞില്ല. പക്ഷെ സ്വയം അറിഞ്ഞു വന്ന് ഇത് വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു TV ഒരു വാർത്ത, അത് വലിയ ഒരുപാട് ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി നന്നായി അതിന് പ്രചാരം കിട്ടി. അതിന് മറുനാടൻ മലയാളിയോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുക. എന്തായാലും രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും. വളരെ സന്തോഷം.